നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ആളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കെ കരുണാകരൻ. നല്ല നർമ്മബോധമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ പത്രങ്ങളും വായിക്കുന്ന കരുണാകരൻ ആദ്യം വായിക്കുന്ന പത്രം ദേശാഭിമാനിയായിരുന്നു. എന്തുകൊണ്ടാണ് ആദ്യം ദേശാഭിമാനി വായിക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ കരുണാകരനോട് ഒരു സംശയം ചോദിച്ചു. കരുണാകരൻ റിപ്പോർട്ടറെ നോക്കി ഒരു കള്ളച്ചിരി ഇരിച്ചു. അദ്ദേഹം കണ്ണിറിക്കുള്ള ചിരിയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു, ദേശാഭിമാനി വായിക്കുമ്പോൾ മനസ്സിന് വലിയ പ്രയാസമാകും. ആദ്യം ദേശാഭിമാനി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലെ പ്രയാസമെല്ലാം പിന്നീട് മറ്റു പത്രങ്ങൾ വായിക്കുമ്പോൾ തീരും. അത് കരുണാകരൻ്റെ ഭാഷ പറഞ്ഞാൽ, ദേശാഭിമാനി വായിക്കുമ്പോൾ മനസ്സിന് വലിയ പ്രയാസമാകും, ആദ്യം ദേശാഭിമാനി വായിക്കുമ്പോൾ എന്നാൽ മനസ്സിലെ പ്രയാസം അങ്ങനെ പോയി കിട്ടും എന്നാണ് അദ്ദേഹം ഈ പത്രക്കാരനോട് പറഞ്ഞത്. കാരണം ദേശാഭിമാനിയിലുള്ള കരുണാകരനെതിരെയുള്ള കടുത്ത വിമർശനമൊക്കെ ഉണ്ടാക്കുമല്ലോ ഉദ്യോഗസ്ഥർ. അതുപോലെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യം പൊട്ടിച്ചിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പലപ്പോഴും വലിയ മിടുക്കായിട്ടുള്ള മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അദ്ദേഹം പറയുന്നത്, ഈ ദേശാഭിമാനി അല്ലാതെ ആദ്യം മറ്റു പത്രങ്ങൾ വായിച്ചിട്ട് ഏറ്റവും അവസാനം ദേശാഭിമാനി വായിച്ച ടെൻഷൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ദേശാഭിമാനി ആദ്യം വായിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയായ കല്യാണിയിൽ ലീഡറെ അനുയായിയായ ഇബ്രാഹിംകുട്ടി കല്ലാർ കുറച്ച് ദിവസം താമസിച്ചു. മുറിയുടെ നേരെ താഴെയാണ് ലീഡറുടെ പൂജാമുറിക്ക് മുകളിലൂടെ കാൽ ചവിട്ടി നടക്കുന്നുള്ള പ്രയാസം ഇബ്രാഹിംകുട്ടി ലീഡറോടൊന്ന് പറഞ്ഞു. ഉടനെ ലീഡർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ മുകളിലൂടെ നടക്കുന്നതുകൊണ്ട് പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്ന ദൈവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പോയിക്കോട്ടടോ. നല്ല നർമ്മബോധമുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ പോലും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയും. വി കെ നായനാർ അദ്ദേഹം അങ്ങനെയായിരുന്നു. ഉദ്യോഗസ്ഥർ കീറാമുട്ടി പ്രശ്നങ്ങളുമായി എത്തുമ്പോൾ പോലും അതിവേഗം തീരുമാനങ്ങൾ എടുക്കാൻ കരുണാകരന് കഴിഞ്ഞിരുന്നു. അതീവ ടെൻഷനുള്ള സന്ദർഭങ്ങളിൽ പോലും അന്തരീക്ഷം ശാന്തമാക്കാൻ കരുണാകരൻ്റെ തമാശകൾക്ക് കഴിയുമായിരുന്നു. നർമ്മബോധത്തോടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ലാഘവത്തോട് മാത്രമേ ജീവിക്കൂ. ഏറ്റവും കരുണാകരൻ്റെ ഒരു ജീവിതത്തിലെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിൽ കേബിൾ ടെലിവിഷൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിച്ച് വീടുകളിലേക്ക് കേബിൾ ടെലിവിഷൻ എത്തിക്കാനുള്ള ഒരു പ്രപ്പോസലുമായിട്ട് വി കെ മാധവൻകുട്ടിയും മറ്റു ആൾക്കാരും സർക്കാരിനെ സമീപിച്ചിരുന്നു. അപ്പോൾ മാതൃഭൂമിയുടെ വളരെ തലമുതിർന്ന പത്രപ്രവർത്തകനാണ് അന്ന് വി കെ മാധവൻകുട്ടി. കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഏഷ്യാനെറ്റിൻ്റെ ജീവാത്മാവൊക്കെ ആയിരുന്ന ശശികുമാറുണ്ട്. ഇവർ രണ്ടുപേരുടെ കരുണാകരനെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഈ ഫയൽ നോക്കി, ആ ഫയലങ്ങ് തടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു കേബിൾ വലിച്ച് ഇലക്ട്രിക് പോസ്റ്റിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മരണം സംഭവിക്കും, വീട്ടിലേക്ക് കറണ്ട് ചെന്ന് കയറും. അങ്ങനെ ഈ വൈദഗ്ധ്യമുള്ള വൈദ്യുത ബോർഡിലെയൊക്കെ എഞ്ചിനീയർമാരെല്ലാം പരമാവധി എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് മാധവൻകുട്ടി, ഇപ്പം എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ മാധവൻകുട്ടി പറഞ്ഞു, എന്തായാലും നമുക്ക് ഈ പ്രപ്പോസൽ അനുവദിച്ച് തന്നേ പറ്റും, നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലീഡർ നോക്കി. അപ്പോൾ ആദ്യം ഈ ഫയൽ പുട്ടപ്പ് ചെയ്തൊരു ക്ലാർക്ക് എഴുതിയിട്ടുണ്ട്, ദിസ് മേ ബി കൺസിഡേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലീഡർ അതിൻ്റെ അടിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി, ഐ എഗ്രി വിത്ത് യു ഡി ക്ലാർക്ക്. അപ്പോൾ മറ്റുള്ള എഞ്ചിനീയർമാരും പവർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞു അത് പരിഗണിച്ചില്ല. അന്ന് അങ്ങനെ അദ്ദേഹം എഴുതിയത് കൊണ്ടാണ് ഏഷ്യാനെറ്റിന് സംപ്രേഷണം തുടങ്ങുന്നതും കേരളത്തിൽ ഇത്രയധികം കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുള്ള ചാനലുകൾ വരികയും കേബിൾ രംഗം ഏറ്റവും സജീവമായതും. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത് മുഴുവൻ അദ്ദേഹം വന്ന് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏഷ്യാനെറ്റും വരില്ല, മറ്റുള്ള ചാനലുകളും വരത്തില്ല, 24 കാണത്തില്ല. ഇനി നമുക്ക് എന്തായാലും അദ്ദേഹത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം, സ്നേഹത്തോടെ ആലോചിക്കാം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ പറയുന്ന പോലെ ഇത്രയധികം വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ മറ്റൊരു നേതാവ് കാണത്തില്ല. പിണറായി വിജയന് 2ാം സ്ഥാനമേ കിട്ടൂ, 1ാം സ്ഥാനം അദ്ദേഹത്തിന് തന്നെയായിരുന്നു. കാര്യം മാധ്യമങ്ങൾ ഒരുപാട് നശിപ്പിച്ച ഒരു ലീഡറായിരുന്നു കെ കരുണാകരൻ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിച്ചു പോകുന്ന കാര്യം ഇതുകൊണ്ട് തന്നെയാണ്.